ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ ഇന്ന് മഴയില്ലാത്തൊരു ദിവസമാണ് കേട്ടോ. നല്ല ക്ലിയർ ആയിട്ടാണ്. ഞാൻ കുറച്ച് നേരം ഇവിടെ നിൽക്കുക. അങ്ങനെ നിന്നപ്പോഴാണേ ഉച്ചലത്തേക്ക് എന്ത് കഴിക്കാനുണ്ടാക്കുമെന്ന് ഓർത്തെ. ഞാൻ പോയിട്ട് സാൽമണൊക്കെ മുറിച്ച് വെച്ചു. കറി ഉണ്ടാക്കാമെന്ന് ഓർത്തെ. കറിവേപ്പില കിട്ടുന്ന ഒരു സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കഴിയുമ്പോൾ ഞങ്ങൾ പറിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെക്കൂട്ട് വെള്ളത്തിൽ വെച്ച്. അപ്പോൾ അതൊക്കെ ഇട്ട് ഞാൻ എന്താ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ കറിയൊക്കെ തിളയ്ക്കാൻ വെച്ചു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഓർത്ത്, ഞാൻ കഴിഞ്ഞ ദിവസം ഷൂക്കിൽ പോയപ്പോൾ 2 ബോക്സ് തക്കാളി കിട്ടി. 5 ഷെക്കലിന് 2 ബോക്സ്. അപ്പോൾ ഞാൻ കുറച്ച് കൊണ്ടിട്ട് അത് ചട്നി ഉണ്ടാക്കാമെന്ന് ഓർത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചിട്ടപ്പോൾ ഒരു ഫ്രൂട്ട് എടുത്ത് കഴിച്ചു. അത് നമ്മുടെ മുട്ടപ്പഴം പോലത്തെ ഒരു ഫ്രൂട്ടാണ്. പേര് മറന്നുപോയി. അത് കഴിഞ്ഞപ്പോൾ അപ്പച്ചന് കുറച്ച് വെള്ളം കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കണം. ഞാൻ നോർമൽ വാട്ടറും ഈ ഫ്ലേവേർഡ് വാട്ടറും മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് രാവിലെ അപ്പച്ചനുള്ള ഡൈപ്പർ സാധനങ്ങളൊക്കെ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും എടുത്തെല്ലാം റെഡിയാക്കി വെക്കണം. പക്ഷെ മടി കാരണം ഞാനിതാ പോയിട്ട് ചുമ്മാ ഇരിക്കുക കുറച്ച് നേരം. കറി അടപ്പത്ത് വെച്ചു. ഇനി കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ ചുമ്മാ ഇരുന്നപ്പോഴാണ് ഓർത്ത് മീൻ കറി അടപ്പത്ത് വെച്ചേക്കാല്ലേ, പോയി നോക്കട്ടെ. നല്ല വെട്ടി തിളക്കുകയാണേ. എന്നാൽ പിന്നെ ആ നേരം കൊണ്ട് മറ്റേ കൊറിയർ വന്ന ഡൈപ്പറും വെറ്റിഷാനും എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാവരും ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് ഓർത്തു. എല്ലാം എടുത്ത് പുറത്തിട്ട് പിന്നെയും മടിയായി. കുറച്ച് നേരം അത് അവിടെ വീണ്ടും ഇട്ടിട്ട് ഞാൻ 2 മണിക്ക് പോയി. അങ്ങനെ മീൻകറി സെറ്റായി. ഞാനത് ഓഫാക്കി കേട്ടോ. ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ, ഇനി എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതാണ്. നല്ല ടേസ്റ്റിൻ്റെ മീൻകറി ഞാൻ ഇടയ്ക്ക് വെക്കാറുള്ളതാണ്. ഞാൻ ഉപ്മാവ് ഉണ്ടായിരുന്നു, ചെറുപയറുണ്ടായിരുന്നു. അത് 3 കൂടെ എടുത്ത് വയറ് നിറച്ച് കഴിച്ചു. എൻ്റെ ഡയറ്റിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് ഞാൻ സാധാരണ ഒരു ഫുഡ് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ഗ്രീൻ ടീ കുടിക്കാറുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് ജസ്റ്റ് നടച്ചു വെച്ചു. കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കുള്ളൂ. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഭക്ഷണം കഴിച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ ഒമേഗ 3യുടെ ഫിഷ് ഓയിൽ കഴിക്കാറുണ്ട്. അപ്പോൾ അതും കഴിച്ചിട്ട് ഇനി എവിടെയും പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. അടുക്കളയുടെ സൈഡിലായിട്ടാട്ടോ ബീച്ച്, ആ സൈഡിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് എപ്പോഴും നല്ല കാറ്റുണ്ടാവും. നല്ല കാറ്റും തണുപ്പുമാണ്. ഞാൻ അതുകൊണ്ട് ഈ ജനൽ മിക്കവാറും അടച്ചിടും തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഓർത്ത് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടില്ലേ അവിടെ ഇരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ അത് കൊണ്ടുവയ്ക്കാൻ പോണ വഴിക്കാണ് ഞാൻ ഓർത്തത് അപ്പച്ചൻ്റെ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ല എന്നുള്ളത്. ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ല. അപ്പോൾ അത് എടുത്തിട്ട് വയ്ക്കുന്ന സമയത്ത് അടുത്ത വേസ്റ്റ് കുറച്ച് കളയാനുണ്ടായിരുന്നു. അത് എടുത്ത് വെച്ചു. ഒരു കാര്യം എടുക്കാൻ പോകുമ്പോൾ അടുത്ത കാര്യം ഓർക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഓർത്ത് അപ്പച്ചനുള്ള കിനുവ അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കാൻ പോയി. അങ്ങനെ അത് വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നട്ട്സും ബട്ടറൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.